നമസ്കാരം കൂട്ടുകാരെ. കഥകളുടെ അക്ഷയഖനിയായ രാമായണ സാഗരത്തിൽ നിന്ന് ബാലസാഹിത്യ രചനയിൽ അദ്വിതീയനായ സുകുമാരൻ പെരിയച്ചൂർ മുങ്ങിയെടുത്ത 25 കഥകളുടെ സമാഹാരമാണ് രാമായണ മധുരം. അതിലെ 6 അധ്യായങ്ങൾ നമ്മൾ ആൾറെഡി അത് വായിച്ചു കഴിഞ്ഞു. 7ാമത്തെ അധ്യായം എന്തുകൊണ്ട് 14 സംവത്സരം, അതാണെന്ന് വായിക്കുന്നത്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിങ്ങനെ 4 യുഗങ്ങൾ. ഈ 4 യുഗങ്ങളുമായി മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നു. ചുരുക്കത്തിൽ 4 യുഗങ്ങൾ സമം മഹാവിഷ്ണു. കൃതം എന്നാൽ 4 എന്ന അർത്ഥവുമുണ്ട്. മഹാവിഷ്ണുവിൻ്റെ 4 അവതാരങ്ങൾ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം എന്നിവ അവതരിച്ചത് കൃതയുഗത്തിലാണ്. ത്രേതായുഗത്തിൽ വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ 3 അവതാരങ്ങൾ കൈക്കൊണ്ടതിനാൽ ത്രേതായുഗം എന്നറിയപ്പെട്ടു. ദ്വാപരയുഗത്തിൽ 2 അവതാരങ്ങൾ, ബലരാമനും ശ്രീകൃഷ്ണനും, അതുകൊണ്ട് ദ്വാപരയുഗം എന്നും വിളിച്ചു. ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തോടെ നടപ്പ് യുഗമായ കലിയുഗം ആരംഭിച്ചു എന്നാണ് വിശ്വാസം. മഹാവിഷ്ണു കൽക്കിയായി അവതരിക്കുമത്രേ. കൽക്കി എന്നാൽ മാലിന്യത്തെ അകറ്റുന്നവൻ എന്നർത്ഥം. ഓരോ യുഗത്തിലും നിയമങ്ങൾ മാറിക്കൊണ്ടിരുന്നു. കൃതയുഗത്തെ സത്യയുഗം എന്നും വിളിക്കുന്നു. കാരണം എല്ലാവരും കൃത്യമായി നിയമങ്ങൾ പാലിച്ചു. എന്നാൽ ത്രേതായുഗത്തിൽ നിയമലംഘനം തുടങ്ങി. അന്നത്തെ ഒരു നിയമമായിരുന്നു 14 വർഷം രാജ്യാധികാരത്തിൽ നിന്നും ബഹിഷ്കരിക്കപ്പെട്ടാൽ തിരിച്ച് അധികാരത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന അധികാര നിയമം. ആ നിയമമാണ് കൈകേയി ശ്രീരാമൻ്റെ വനവാസത്തിന് പ്രയോഗിക്കപ്പെട്ടത്. 28 വയസ്സുള്ള രാമനെ 14 വർഷത്തെ വനവാസത്തിന് പറഞ്ഞയച്ചാൽ തൻ്റെ മകനായ ഭരതൻ ജീവിതകാലം മുഴുവനും അയോധ്യയിലെ രാജാവായി തുടരും എന്നാണ് കൈകേയി കരുതിയത്. എന്നാൽ ഭരതൻ കൈകേയിയുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചു. രാമപാദം വെച്ച് ഭരണം നടത്തിയതിനാൽ യഥാർത്ഥത്തിൽ ഭരതഭരണം രാമഭരണമായി നീതി സംഹിത കരുതുകയും 42ാമത്തെ വയസ്സിൽ രാമഭരണം തുടരുകയും ചെയ്തു. 14 വർഷമായിരുന്നു ത്രേതായുഗത്തിലെ ജീവപര്യന്തം എന്നർത്ഥം. അത് ദ്വാപരയുഗത്തിൽ പാണ്ഡവരുടെ അജ്ഞാതവാസക്കാലം 13 ആയി. കലിയുഗത്തിൽ ജീവപര്യന്തം 12 വർഷക്കാലമായത് യാദൃച്ഛികമോ അതോ മഹാവിഷ്ണുവിൻ്റെ നിശ്ചയമോ? 8ാമത്തെ അധ്യായം കലി തുള്ളുന്ന കലിയുഗം, കലിയകറ്റാൻ രാമായണം. കലിയുഗം വല്ലാത്തൊരു യുഗമാണ്. കലി തുള്ളുക എന്ന പ്രയോഗം തന്നെ ഉദാഹരണം. കലിയുഗത്തിലാണ് മഹാവിഷ്ണുവിൻ്റെ 10ാമത്തെ അവതാരമായ കൽക്കി അവതാരം പ്രത്യക്ഷപ്പെടുക. മനുഷ്യ മനസ്സും പ്രകൃതിയും മാലിന്യങ്ങൾ കൊണ്ട് മൂടപ്പെടും. മനുഷ്യ മനസ്സിനെ സംശുദ്ധമാക്കാൻ കലിയുഗത്തിലെ ഏറ്റവും ഉചിതമായ സത്പ്രവൃത്തിയാണ് രാമായണ വായന അഥവാ ശ്രീരാമ ഭജന. കലിയുഗത്തിൽ എല്ലാ ജനങ്ങളും ദൈവനിഷേധികളായി തീരും. ജനങ്ങൾ കൂടുതൽ പേരും കള്ളത്തരങ്ങളിലൂടെ സമ്പത്ത് ആർജിക്കും. മൂല്യങ്ങളുടെ ശവപ്പറമ്പായി മാറും ഭൂമി. അധർമ്മമാകും അടിസ്ഥാന പ്രമാണം. ഈ സമയത്ത് വിഷ്ണു ഭഗവാൻ തമിഴ്നാട്ടിലെ ശമ്പളം എന്ന ഗ്രാമത്തിൽ യശസ്സിൻ്റെയും സുമതിയുടെയും പുത്രനായി കൽക്കി അവതാരം കൈക്കൊള്ളുമത്രേ. കൽക്കി ദേവദത്ത എന്ന വെളുത്ത കുതിരപ്പുറത്ത് വാളും വീശി വന്ന് അധർമ്മികളെ നശിപ്പിക്കും. കൽക്കി എന്ന വാക്കിൻ്റെ അർത്ഥം മാലിന്യത്തെ അകറ്റുന്നവൻ എന്നാണ്. മലം എന്ന വാക്കിൽ നിന്നാണ് മാലിന്യം എന്ന വാക്ക് ഉത്ഭവിച്ചത്. മനുഷ്യമലമാണ് ജീവികളുടെ വിസർജ്യങ്ങളിൽ ഏറ്റവും രോഗകാരി. കൽക്കിയുടെ യുഗത്തെയാണ് കലിയുഗം എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തോടെ കലിയുഗം ആരംഭിച്ചു. കലിയുഗം ആരംഭിച്ചിട്ട് 5125 വർഷം മാത്രമേ ആയുള്ളൂ. കൽക്കി അവതരിക്കാൻ ഇനി 4 ലക്ഷത്തിലധികം വർഷമുണ്ട്. രാമായണ പാരായണം കലിയുഗത്തിൻ്റെ പ്രകടരൂപങ്ങളായ സാംക്രമിക രോഗങ്ങൾ, വരൾച്ച, വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, ക്ഷാമം എന്നീ ദുരന്തങ്ങളുടെ ശക്തി കുറയ്ക്കാൻ കഴിയുമെന്നാണ് ഇത്രേ വിശ്വാസം. മഹാവിഷ്ണുവിൻ്റെ 10ാം അവതാരമായ കൽക്കി ധനുമാസത്തിലെ പൗർണമി കഴിഞ്ഞ് 8ാം നാൾ ജനിക്കുമെന്നാണ് വിശ്വാസം. ജാതകപ്രകാരം കൽക്കി അതിസമ്പന്നനും അതിശക്തനുമായിരിക്കും. ദ്രുതഗതിയിൽ ചിന്തിക്കുന്നവനും പ്രവർത്തിക്കുന്നവനുമായിരിക്കും. എപ്പോഴും ജയിക്കുന്നവനും ധർമ്മനിഷ്ഠനുമായിരിക്കും കൽക്കി. കൽക്കിയുടെ ആധ്യാത്മിക ഗുരു യാജ്ഞവൽക്യനാണത്രേ. ആയോധന വിദ്യ അഭ്യസിപ്പിക്കുക ചിരഞ്ജീവിയായ പരശുരാമനായിരിക്കും. ലക്ഷ്മി ദേവിയുടെ അവതാരമായ പത്മയായിരിക്കും കൽക്കിയുടെ ഭാര്യ. കൽക്കി അവതരിച്ച് ലക്ഷ്യം പൂർത്തീകരിച്ചാൽ വിഷ്ണു ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകും. കലിയുഗത്തിലെ മനുഷ്യർക്ക് മാത്രം ലഭിക്കുന്ന അസുലഭ അവസരമാണ് രാമായണ പാരായണം. അതുകൊണ്ട് പൂന്താനം പാടിയത് യുഗം 4ലും നല്ല കലിയുഗം എന്ന്. അടുത്ത അധ്യായം 6 കാണ്ഡങ്ങൾ. വാൽമീകി മഹർഷിയുടെ രാമായണത്തിലെ അധ്യായങ്ങളെ കാണ്ഡങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം
ഇതാണ് 6 കാണ്ഡങ്ങൾ. അധ്യാത്മ രാമായണത്തിൻ്റെ ഓരോ അധ്യായവും അവസാനിക്കുമ്പോൾ ഇതധ്യാത്മ രാമായണി ഉമാമഹേശ്വര സംവാദി എന്നതിനോടൊപ്പം അതാത് കാണ്ഡത്തിൻ്റെ പേരും ചേർത്ത് സമാപ്തം എന്ന സവിശേഷത ശ്രദ്ധേയമാണ്. രാമായണത്തിലെ 6 കാണ്ഡങ്ങൾ മനുഷ്യൻ്റെ ഷഡാധാരത്തിൻ്റെ സൂചകമാവാം. എഴുത്തച്ഛൻ തന്നെ ഹരിനാമ കീർത്തനത്തിൽ പറയുന്നുണ്ട്, പച്ചക്കിളിപ്പവിഴ പാൽവർണ്ണമൊത്ത നിറ ഇച്ചിപ്പവർക്കു ഷഡാധാരം കടന്നു. ഈ ഷഡാധാരം കടന്ന് ജ്ഞാനത്തിൻ്റെ 1000 ഇതിലുള്ള താമര വിരിയുന്ന പാവനമായ പ്രക്രിയയാണ് രാമായണ പാരായണം. ഷഡാധാരം അഥവാ 6 ആധാരം ഏതെന്ന് നോക്കാം. മനുഷ്യൻ യോഗാസന പ്രക്രിയയിൽ ആകുമ്പോൾ ഭൂമി സ്പർശത്തിൽ നിന്നും ആദ്യം മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞാചക്രം എന്നിങ്ങനെയാണ് ഷഡാധാരം. ഈ 6 ആധാരങ്ങളിലൂടെ 8 ചുറ്റായി പിണഞ്ഞു കിടക്കുന്ന കുണ്ടലിനി ഉയർന്ന് നട്ടലിൻ്റെ പൊള്ളയായ ഒഴിവിലൂടെ ഉയർന്ന് ഉണരുന്ന ജ്ഞാനം കൈവരുന്ന സർഗപരമായ യാത്രയാണ് രാമായണ പാരായണം സാധ്യമാക്കുന്നത്. ചുരുക്കത്തിൽ രാമായണത്തിലെ 6 കാണ്ഡങ്ങൾ നമ്മുടെ ഷഡാധാരത്തെ ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത അധ്യായം, അദ്ദേഹത്തിൻ്റെ പേര് പുഞ്ചസ്ഥല എന്ന കഥാപാത്രം. 10ാമത്തെ അധ്യായമാണ് പുഞ്ചസ്ഥല എന്ന കഥാപാത്രം. ഒത്തിരി ചോദ്യങ്ങൾ ജനിപ്പിക്കുകയും അതിന് മികച്ച ഉത്തരങ്ങൾ നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കൃതികളെയാണ് ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കുന്നത്. എത്ര വായിച്ചാലും എത്ര കേട്ടാലും മതിവരാത്ത ലോക ക്ലാസിക് കൃതിയാണ് രാമായണം. സീതയെ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുപോകുന്ന രാവണനാണ് കഥയിലെ വില്ലൻ. സീതയെ തൊട്ടാൽ രാവണൻ്റെ തല 100 നുറുങ്ങായി ചിതറിത്തെറിക്കും. ഇത്രയും കഥ പലർക്കും അറിയാം. രാവണന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എങ്ങനെ? പുഞ്ചസ്ഥല എന്ന അപ്സരസ് അതിസുന്ദരിയായിരുന്നു. പുഞ്ചസ്ഥലയ്ക്ക് ഗുരുതുല്യനായിരുന്നു ബ്രഹ്മാവും. മാത്രമല്ല പുഞ്ചസ്ഥല അടക്കവും ഒതുക്കവുമുള്ള അപ്സര സ്ത്രീയായിരുന്നു. ഒരിക്കൽ അവർ ബ്രഹ്മാവിനെ കാണാൻ ബ്രഹ്മാവിൻ്റെ വസതിയിൽ പോവുകയായിരുന്നു. ഒറ്റയ്ക്കുള്ള യാത്ര. വഴിയിൽ രാവണൻ ഒളിച്ചിരുന്നു. രാവണൻ അവളുടെ കൈകൾ കടന്നു പിടിച്ചു. പുഞ്ചസ്ഥല രക്ഷപ്പെടാൻ ശ്രമിച്ചു. രാവണൻ്റെ കരുത്തിന് മുമ്പിൽ അവൾക്കെല്ലാം നഷ്ടപ്പെട്ടു. അവളുടെ ദേഹത്ത് ഒരു വസ്ത്രം പോലും രാവണൻ ബാക്കി വെച്ചില്ല. അരയിൽ ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ പുഞ്ചസ്ഥല ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി സങ്കടം പറഞ്ഞു. അവളുടെ കരച്ചിൽ കേട്ട് ബ്രഹ്മാവ് ശുഭിതനായി. ആ കണ്ണുകളിൽ കോപാഗ്നി ആളിക്കെത്തി. അന്തരീക്ഷം ചൂടുകൊണ്ട് എരിപിരി കൊണ്ടു. ബ്രഹ്മാവ് ഇത്തിരി ജലമെടുത്തു അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഹേ രാവണ, ഇന്നു മുതൽ മറ്റൊരു സ്ത്രീയെ അവൾക്ക് ഇഷ്ടമില്ലാതെ രാവണൻ സ്പർശിച്ചാൽ നിന്റെ തല 100 നുറുങ്ങായി പൊട്ടിത്തെറിക്കും. നിന്നിൽ നിന്നും സ്ത്രീ സമൂഹത്തെ രക്ഷിക്കാൻ ഇതേ വഴിയുള്ളൂ. യഥാർത്ഥത്തിൽ രാവണൻ സീതയെ ബലാത്കാരം ചെയ്യാതിരുന്നത് ബ്രഹ്മാവിൻ്റെ ഈ ശാപവചനത്താലാണ്. പുഞ്ചസ്ഥലയാണ് സ്ത്രീയുടെ രക്ഷാകവചമായി മാറിയത്. ഇതെല്ലാം അറിഞ്ഞിട്ടും രാവണൻ സീതയെ വൃദ്ധസന്യാസിയുടെ വേഷത്തിൽ പുഷ്പക വിമാനത്തിൽ തട്ടിക്കൊണ്ടു പോകുമ്പോൾ രാവണൻ്റെ വിനാശത്തിലേക്കുള്ള പാത സ്വയം തിരഞ്ഞെടുക്കുകയായിരുന്നു.